ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസ്റ്റർ സ്പെഷ്യൽ റെസിപ്പി ആവാല്ലേ. നല്ല മധുരമുള്ള നാടൻ വട്ടയപ്പവും അതിനൊപ്പം നല്ല അടിപൊളി ചിക്കൻ കറി കൂടെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രുചികരമായിട്ടുള്ള ഈ വട്ടയപ്പവും ചിക്കൻ കറിയും കോംബോ ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇതിൽ ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനായി ചിക്കൻ എടുത്തിരിക്കുന്നത് ഏകദേശം 750 ഗ്രാമാണ്. ഇത് സ്കിന്നെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ചിക്കനിലേക്ക് നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കുക. ഇനി ഇങ്ങനെ ഒന്ന് തിരുമിയെടുത്തതിന് ശേഷം മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ട് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ഒരു 10-12 എണ്ണമാണ്. അതുപോലെ പച്ചമുളക് 1 എണ്ണമാണ്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശേഷം ഇതിലേക്കായിട്ട് ഒരു മീഡിയം സൈസ് തക്കാളിനെയും കൂടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനത് ആദ്യം തന്നെ നമ്മൾ തിരുമ്മി മാറ്റി വെച്ചിരുന്ന ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുമിച്ച് അധികം ഇടുന്നില്ല. കാരണം വെച്ചാൽ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 2 സെറ്റായിട്ട് കുറേശ്ശെ വെച്ചിട്ടാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ കറിയൊക്കെ എപ്പോഴും വയ്ക്കുമ്പോൾ നല്ല ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് കറി വെക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് എപ്പോഴും കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ ഈ ചിക്കൻ ഒന്ന് പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിതിന് എണ്ണയില്ലാതെ ഒന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതേ എണ്ണയിൽ തന്നെ അടുത്ത സെറ്റും കൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു സെറ്റ് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് എണ്ണയില്ലാതെ നമുക്ക് കോരി മാറ്റാം. ഇനി ചൂടായിരിക്കുന്ന ഒരു ഉരുളിയിലേക്ക് ഞാൻ നേരത്തെ എടുത്തിരുന്ന അതേ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കുക. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കൂടെ നമ്മൾ ചതച്ചെടുത്തിരുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലേക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർക്കുന്നത്. ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ചിക്കൻ മസാലകളൊന്നും ചേർക്കുന്നില്ല. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാലയാണ് അതിന് പകരമായിട്ട് ചേർത്തിരിക്കുന്നത്. ഈ ഒരു മസാല റെസിപ്പി ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയാൽ മതി. ഇപ്പോൾ പൊടികളെല്ലാം ഉള്ളിയിലേക്ക് നന്നായിട്ട് വഴന്ന് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിനെ ഇതുപോലെ തന്നെ നല്ലതുപോലെ മസാലയുമായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഗ്രേവിയുമായിട്ട് ചിക്കനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് നീട്ടിയെടുക്കാൻ ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തിളയൊക്കെ വന്നു തുടങ്ങി. ഇനി ചെറുതീയിലേക്ക് മാറ്റാം. ആവശ്യാനുസരണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇതൊരു ഈസി ചിക്കൻ കറി റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് വട്ടയപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല രാവിലെ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ തയ്യാറാക്കാനാണെങ്കിലും നല്ലൊരു കോംബോയാണ്. ഇനി ഒരു 3/4 മണിക്കൂറും കൂടെ ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പാണ് ചേർക്കുന്നത്. അതും 2ാം പാൽ. അപ്പോൾ 2ാം പാൽ ഒഴിച്ച് ഒന്ന് കുറുക്കി വരുന്ന ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊപ്പം നല്ല മധുരമുള്ള വട്ടയപ്പം കൂടെ നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു വട്ടയപ്പത്തിൻ്റെ മാവ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് 1 കപ്പ് വറുത്ത അരിപ്പൊടി, 1 കപ്പ് തേങ്ങ, 3/4 കപ്പ് പഞ്ചസാര, ചെറിയ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത്, 1 ടീസ്പൂൺ ആക്റ്റീവ് ഈസ്റ്റ് ഇത്രയും ചേർത്ത് തലേദിവസം ഒന്ന് അരച്ചെടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഈ പൊന്തി വന്ന മാവിനെ നമുക്ക് ഓരോ വട്ടയപ്പമായിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം.
ഇനി ഈ ഒരു റെസിപ്പി മാത്രമല്ല, ഈസ്റ്റർ സമയങ്ങളിലേക്ക് തയ്യാറാക്കുന്ന നാടൻ ബീഫ് കറിയും പോർക്ക് കറിയും അതുപോലെ തന്നെ റോസ്റ്റും അപ്പത്തിൻ്റെ റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി ഈസ്റ്ററിന് വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ ഇതിനൊപ്പം നല്ല അടിപൊളി ചിക്കൻ കറിയും കൂടെ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ കൂടെ നേരുന്നു. അപ്പോൾ ബൈ.